എല്ലാം അനുഭവിച്ചറിയാൻ വേണ്ടി കോഴിക്കോട് വന്നതാണ്. എവിടെ നോക്കിയിട്ടും ബീച്ചിൻ്റെ പരിസരത്തൊന്നും പാർക്കിംഗ് കിട്ടിയില്ല. നമ്മൾ കുറേ ദൂരം വന്ന് പാർക്ക് ചെയ്തിട്ട് നമ്മളങ്ങോട്ട് നടന്ന് പോവാം. എത്തിയപ്പോൾ തന്നെ നമ്മളെ പരിചയമുള്ളൊരു കുടുംബിനിയെ കണ്ടു, കുറച്ച് കുശലങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് യാത്ര ചെയ്യും. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റ് ഒരു കേരള ലെഗ് ഫെസ്റ്റ് കൂടി ആയിരിക്കുകയാണ് ഇവിടെ. അത്യാവശ്യം നടന്ന് ഒരു എൻഡ് വരെ പോയി തിരിച്ചങ്ങ് പോകും. From where? What's your you author or? Okay. From Dr. Khalil. Dr. Khalil. I'm David. We're from Canada. Many Canadians here. Are you? I haven't seen any others. Yeah. എങ്ങനെയുണ്ട്? നിങ്ങളെ വീഡിയോ കണ്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളെ പിന്നെ റോണക്കാരാണ് എനിക്കറിയാം. അങ്ങനെയല്ല, ഞാൻ ഇടപെട വർക്ക് ചെയ്യുന്നത്. നാട് നമ്മുടെ താമരശ്ശേരിയാണ്. എന്തായാലും നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടല്ലേ? And many of my works have been translated into other. A lot of negotiation. KLF ഇപ്പോൾ എന്ന് പറയാൻ കേരള കോഴിക്കോടൊരു ദേശീയ ആഘോഷമായിട്ട് നമ്മൾ KLF മാറിയിട്ടുണ്ട്. ഇവനൊക്കെ വളരെ എൻജോയ് ചെയ്യാണ് ഇവിടെ. പരിപാടി കിള്ളൻ അടിപൊളി അല്ലേ? നിനക്ക് എന്താ ഇവിടുന്ന് പ്രചോദനം കിട്ടിയേ? പഠിക്കാനുള്ള പ്രചോദനം കിട്ടിയോ? ഓക്കെ, എൻജോയ്. ഏതായാലും മനോഹരമായ ഏതായാലും നിമിഷങ്ങൾ KLF-ൽ പങ്കുവെച്ചുകൊണ്ട് നമ്മൾ യാത്ര പിരിയുകയാണ്. ഏതായാലും KLF-ലെ മനോഹരമായ ഒരുപാട് നിമിഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പഠിക്കാനൊക്കെ ഉള്ളൊരു പ്രചോദനം ലഭിച്ചുകൊണ്ട് നമ്മൾ യാത്ര തിരിക്കുകയാണ്. തീർച്ചയായും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരുപാട് നെഗറ്റീവ് ഇൻഫർമേഷനുകളിലൂടെ സ്ക്രോൾ ചെയ്ത് നമ്മുടെ തല പുണ്ണാക്കുന്നൊരു കാലമാണ്. പക്ഷേ ഇതുപോലെ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വെറും വേസ്റ്റായി പോകും. പക്ഷേ ഇന്നത്തെ കാലത്ത് മനുഷ്യൻ അറിവിനോടൊപ്പം സഞ്ചരിക്കുക, അറിവ് നേടുക, ഇതിനൊക്കെ വളരെ ഈസി ആക്സസിബിലിറ്റി ഉള്ളൊരു കാലമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും പോലത്തെ സാധ്യതകളോടൊപ്പം നമ്മൾ മുന്നോട്ട് പോകും. ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ എന്താവണം? പഠനം ഒരു ഹോബിയായിട്ട് മാറണം. പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ വെറും ഫോട്ടോ ഇങ്ങനെ യൂട്യൂബും ഫേസ്ബുക്കും സ്ക്രോൾ ചെയ്ത് നടന്നാൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ എത്രയോ പിന്നിലായി പോകും. പകരം എന്ത് ചെയ്യാം? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ പഠിച്ച് നല്ല ഉഷാറായിട്ട് മുന്നോട്ട് പോകും. ഓക്കെ, ഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ സാധ്യതകളൊക്കെ മനസ്സിലാക്കിയതിനനുസരിച്ച് മുന്നോട്ട് പോകാം. അല്ലാതെ നമ്മൾ AI ഉപയോഗിച്ച് നമ്മളൊരു പുസ്തകം എഴുതുമ്പോൾ നമുക്കിന്ന് ഒരു വർഷം കൊണ്ടൊന്ന് എഴുതിയതിന് പകരം നമുക്ക് 2 ദിവസം കൊണ്ടൊന്ന് എഴുതാൻ പറ്റും. KLF experience. Oh, it's a fantastic experience meeting so many authors, many people here. So you're from? I'm from Chennai, but originally from Tripura. Oh, this here from this Prakash Raj. Yeah, I live there for my job, but basically from Tripura in Northeast. Oh, very good. Settle. Yes, I'm set, but I'm not about winning. I'm about trying. Yeah, that's the spirit. He's not about winning. That's about trying. Okay, let's go, Ayan. Yes. 3, 4, 5, 6.